നമസ്കാരം. പ്രധാന വാർത്തകൾ. IAS തലപ്പത്ത് അഴിച്ചുപണി. PB നൂഹ് വീണ്ടും സപ്ലൈകോയിൽ. PB നൂഹിനെ സപ്ലൈകോയിൽ തിരികെ നിയമിച്ചുകൊണ്ട് പുതിയ ഉത്തരവ്. സപ്ലൈകോ ചെയർമാൻ ചുമതല ഇനി PB നൂഹ് വഹിക്കും. നേരത്തെ CMD ആയി നിയമിച്ച അശ്വതി ശ്രീനിവാസ് സപ്ലൈകോയുടെ മാനേജിംഗ് ഡയറക്ടറാകും. 2024 സപ്ലൈകോ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി PB നൂഹിനെ നിയമിച്ചിരുന്നു. പിന്നീട് ഈ ചുമതലയിൽ നിന്നും നൂഹിനെ മാറ്റി. PB നൂഹിനെ മാറ്റിയതിൽ ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ അന്ന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. PB നൂഹിനെ കൂടാതെ മറ്റ് IAS ഉദ്യോഗസ്ഥരെയും മാറ്റിയിട്ടുണ്ട്. നഴ്സിംഗ് കോളേജിലെ റാഗിംഗ്. എന്ത് നടപടി സ്വീകരിച്ചു? 10 ദിവസത്തിനകം മറുപടി വേണമെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. കോട്ടയത്തെ സർക്കാർ നഴ്സിംഗ് കോളേജിൽ ഹോസ്റ്റലിൽ ജൂനിയർ വിദ്യാർത്ഥിയെ ക്രൂരമായി റാഗ് ചെയ്ത സംഭവത്തിൽ ഇടപെട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. കേസിൽ ഇതുവരെ സ്വീകരിച്ച നടപടിയെക്കുറിച്ച് 10 ദിവസത്തിനുള്ളിൽ മറുപടി നൽകണമെന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് അയച്ച നോട്ടീസിൽ കമ്മീഷൻ വ്യക്തമാക്കി. അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച ടെമ്പോ ട്രാവലറും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ച അപകടം. 10 വയസ്സുകാരനടക്കം 3 പേർക്ക് ദാരുണാന്ത്യം. തമിഴ്നാട് തേനിയിലാണ് അപകടം നടന്നത്. ഹൊസൂർ സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. 10 വയസ്സുകാരനടക്കം ടെമ്പോ ട്രാവലറുണ്ടായിരുന്ന 3 പേരാണ് മരിച്ചത്. 5 പേരുടെ ആരോഗ്യനില ഗുരുതരമാണ്. സേലം സ്വദേശികളായ കനിഷ്ക്, നാഗരാജ് എന്നിവരാണ് മരിച്ച 2 പേർ. ടെമ്പോ ട്രാവലറിന്റെ ഡ്രൈവറും മരിച്ചിട്ടുണ്ട്. ഇയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. തമിഴ്നാട്ടിലെ ഹൊസൂരിൽ നിന്നും ശബരിമലയിലേക്ക് പോകുകയായിരുന്ന ടെമ്പോ ട്രാവലർ മറ്റൊരു സ്വകാര്യ ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ട്രാവലറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. പരിക്കേറ്റവരെ തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. തൃശൂർ കൊടുങ്ങല്ലൂരിൽ യുവതിയെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളുടെ ഭീഷണി മൂലം ജീവൻ ഒടുക്കിയതാണെന്ന് ആരോപിച്ച് കുടുംബാംഗങ്ങൾ രംഗത്തെത്തി. കൊടുങ്ങല്ലൂർ ഏറിയാട് യു-ബസാർ പാലമുറ്റം കോളനിയിൽ വാക്കാശ്ശേരി രതീഷിന്റെ ഭാര്യ ഷിനിയാണ് മരിച്ചത്. 34 വയസ്സായിരുന്നു. ഇന്ന് ഉച്ചയോടെയായിരുന്നു സംഭവം. ഇന്ന് ഉച്ചയോടെ ഒന്നിലധികം പലിശയിടപാട് സ്ഥാപനങ്ങളിലെ കളക്ഷൻ ഏജന്റുമാർ ഒന്നിച്ച് വീട്ടിലെത്തി തിരിച്ചടവ് തുക ആവശ്യപ്പെട്ട് സമ്മർദ്ദം ചെലുത്തിയിരുന്നുവെന്നാണ് വീട്ടുകാർ പറയുന്നത്. ഇതിനിടെ ഷിനി കിടപ്പുമുറിയിൽ കയറി വാതിലടക്കിയായിരുന്നുവെന്ന് വീട്ടുകാർ പറഞ്ഞു. വീട്ടുകാരും അയൽവാസികളും ചേർന്ന് വാതിൽ പൊളിച്ച് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. കൊയിലാണ്ടിയിൽ ആനകൾ ഇടഞ്ഞ സംഭവം. റിപ്പോർട്ട് തേടി വനമന്ത്രി. കോഴിക്കോട് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനയിടഞ്ഞ സംഭവത്തിൽ റിപ്പോർട്ട് തേടി വനമന്ത്രി AK ശശീന്ദ്രൻ. ജില്ലാ കളക്ടറോടും ഉത്തരമേഖല CCFനോടുമാണ് റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. ചട്ടങ്ങൾ പാലിച്ചില്ലെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി പ്രതികരിച്ചു. നാട്ടാന പരിപാലന ചട്ട ലംഘനം ഉണ്ടോ എന്ന് പരിശോധിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. 2 ആനകൾ ഇടഞ്ഞുണ്ടായ സംഭവത്തിൽ 3 പേരാണ് മരിച്ചത്. കുറുവങ്ങാട് സ്വദേശികളായ ലീല, അമ്മുക്കുട്ടി, കൊയിലാണ്ടി സ്വദേശി രാജൻ എന്നിവരാണ് മരിച്ചത്. 7 പേരുടെ നില ഗുരുതരമാണ്. 22 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്.